എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങി ടാക്സിക്കാരന് പോയി അങ്ങ് അറ്റം വരെ പോയി കാണും. ഉറങ്ങിയതുകൊണ്ടല്ലേ കുഴപ്പം മുഴുവൻ പറ്റിയത്. പാവാ, ശൈലജയുടെ അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പോയിരിക്കാം. ഞാനിവിടെ തനിച്ചായിരുന്നു ഇതുവരെ. കൃത്യം 4 മണിക്ക് ഫോൺ വന്നിരുന്നു അല്ലേ? അതെങ്ങനെ അറിയാം? അല്ല 4 മണിക്ക് ഫോൺ വന്നാലേ 5 മണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. സാറ് വിഷയം മാറ്റാതെ ലേറ്റ് ആയതിന്റെ കാരണം പറഞ്ഞാൽ മതി. അറിഞ്ഞില്ലേ, ഞാൻ ഇവിടെ ടാക്സിൽ വന്ന് ഇറങ്ങിയപ്പോൾ ചേഞ്ച് കിട്ടിയില്ല കൊടുക്കാൻ. അവൻ നേരെ ടൗണിൽ ചെന്ന എല്ലാ കടകളും നോക്കി. അവിടെ ചെന്നപ്പോ ഒരു കടയും തുറന്നിട്ടില്ല. ഉഴപ്പിയതല്ല, എങ്ങനെയെങ്കിലും ചേഞ്ച് കിട്ടട്ടെന്ന് വെച്ച് നിനക്കൊരു സാരി മേടിക്കാന്ന് വെച്ച് ഞാൻ. സാരി വാങ്ങിച്ചാ? ഇല്ല, പിന്നെ 3 രൂപയ്ക്ക് ആപ്പിൾ മേടിച്ചപ്പോൾ എനിക്ക് ചേഞ്ച് കിട്ടി. ചേഞ്ച് കിട്ടി. രോഷ്ണി, ഇത്ര പെട്ടെന്ന് നീ എന്നോട് പിണങ്ങിയോ? സ്വന്തം കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നേ. രശ്മി, അതെ, അന്ന് നമ്മൾ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് നിർത്തിയ പാട്ട് തുടങ്ങാൻ പറ്റിയ സമയല്ലേ ഇപ്പൊ? സോറി, വല്ലതും പറ്റിയോ? കാലൊടിഞ്ഞു. കഥ അടിച്ചിട്ട് വേഗം വരണേ.